നമ്മളപ്പോൾ ഇന്നുള്ളത് വേറെ എങ്ങുമല്ല, ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് റോഡിലാണ്. അപ്പം ഇല്ലിക്കക്കല്ല് കുറേ തവണ പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് റോഡിൽ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതായിരുന്നു ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് റോഡിൽ പോകണം. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 5-5:30 ആയി. സത്യം പറഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ ഇവിടെ വരണം. ആ ടൈമിൽ പതിയെ ലൈറ്റ് വരും, സൺറൈസ് പതിയെ വരും. അപ്പോൾ ആ ടൈമിൽ നമ്മളിവിടെ വന്നാലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, പക്ഷേ എന്നാലും അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. അപ്പം നല്ല രസമാണ്. മറ്റേ അപ്പുറത്തെ ഇല്ലിക്കക്കല്ല് നോർമൽ നമ്മൾ പോകുന്നതിനെ വെച്ച് നോക്കുമ്പം ഇവിടെ വരണം, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വരണം. അവിടത്തേക്കാളും കുറച്ചും കൂടെ എന്തോ ഒരു ഇത് ഇവിടെയാണ് കാണാനായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി അപ്പോൾ കണ്ടിട്ടോ. വണ്ടി നിന്ന് പോകുന്നതല്ല, പുറകിൽ ആരും ഇരിപ്പോട്ടെ. സത്യം കണ്ണിന്റെ കാഴ്ച മങ്ങി. കണ്ണിന്റെ കാഴ്ച മങ്ങി. വണ്ടിയത് എന്റെ അടുത്തത് എന്താ ചെയ്തു? പക്ഷേ ഇതാണ് ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് റോഡ്. ആ കാണുന്ന ആ മലയുടെ ആ ഒരു എൻഡിൽ നിന്ന് തീർന്നു. നല്ല രസമുണ്ട്. ഇതുണ്ടോ അവിടെ വരുന്ന ആ സൺറൈസ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5:45 ഒരു 6 മണി ടൈമിൽ നമ്മളിവിടെ വരണം. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഈ താഴത്തെ ആ റോഡ് കണ്ടോ, അവിടെ ഇങ്ങനെ ഓരോ ഭാഗത്തോട്ടും ആ ലൈറ്റ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടായി ഇങ്ങനെ പോയി പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതാണ് കാണേണ്ടത്. അത് ഞങ്ങൾക്ക് മിസ്സായി. പക്ഷെ എന്നാലും ഞങ്ങൾ നല്ല രീതിക്ക് കാണേണ്ടതൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു. പിന്നെ നല്ല കാറ്റുണ്ട്. ഈ തണുപ്പ്, നല്ല തണുപ്പ്. ആദ്യം വന്നപ്പോഴത്തേക്കും വലിയ തണുപ്പ് വലിയ കാറ്റില്ലായിരുന്നു, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇച്ചിരി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാറ്റങ്ങ് വീശാൻ തുടങ്ങി. പിന്നെ ഒരു രക്ഷയില്ല, തണുത്ത് മനുഷ്യൻ്റെ ഏട്ടപ്പാട് തീർന്ന്. നല്ല രസമാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വരണം. ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് റോഡാണ് നമ്മൾ ശരിക്കും വരേണ്ടത്. ഇനി നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ സ്പോട്ട് കൂടെ ഉണ്ട്. ആ കാണുന്ന മല കണ്ടോ, ആ മലയുടെ മേളിൽ വരെ നമുക്ക് കയറാം. അവിടെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ കയറാം. ജസ്റ്റ് ഒന്ന് പകുതി വരെ പോയി നോക്കാം. മൊത്തം പോകാനുള്ള എനർജി എനിക്കില്ല. ഒന്ന് പോയി നോക്കാം. ഇതുവഴിയാണ് ആ മല കയറേണ്ടത്. അപ്പം മൊത്തം കയറാനായിട്ട് പാടാം. കുറച്ചൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. രാവിലെ ഒന്നും കഴിച്ചില്ല, അതാ പ്രശ്നം. എന്തെങ്കിലും കഴിച്ചിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടുന്ന് ഒരു വഴി കിടപ്പുണ്ട്, ഇതേ വഴി.
അങ്ങോട്ട് കയറാം. അയ്യോ അയ്യോ എന്നമ്മേ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല കാറ്റും വീശുന്നുണ്ട്, നല്ല രസം. മേളിൽ പോയി ഇന്ന് നോക്കാം. പകുതി പോലും ആയില്ലെന്നാണ് തോന്നുന്നത്, ഇനിയുണ്ട്. നല്ലതുകൊണ്ട് ആയി, നല്ല രസമുണ്ടല്ലേ. ഇനി ബാക്കി മേളിലോട്ട്. ഇതുണ്ട്, ഇതിങ്ങനെ കിടപ്പുണ്ട്. ഇതെവിടം വരെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പോയി നോക്കാം. ആ ഒരു എൻഡ് വരെ പോയി നോക്കാം. ഈ തണുത്തിട്ട് കാലൊക്കെ ഉണ്ടല്ലോ, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നെ അനങ്ങാത്ത പോലെയൊക്കെ ആവുന്നത് തണുത്തിട്ട്, അതുമാതിരി തണുപ്പ്. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന അവിടെയാ ചെല്ലണ്ട്, കുറച്ചുകൂടെ ഉള്ളു. ആയി, ഏതായാലും ഇവിടം വരെ വന്നാൽ അവിടെ കയറിയേക്കാം. ഇതാണ് നമ്മൾ പകുതിക്ക് വെച്ച് നിന്നപ്പോൾ ഉള്ള വ്യൂ. അപ്പം മേളിൽ പോയി കഴിഞ്ഞാൽ ഇതിലും നല്ല രസമായിരിക്കും കാണാനായിട്ട്. ബാക്കിയും കൂടെ കയറാം. രാവിലെ എന്തായാലും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുവാണ് ഓക്കെ. കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ തണുപ്പും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും കയറാനായിട്ട്. ഇതുണ്ട്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഓരോ റോഡും കാണാം, ബാക്ക് സൈഡ് റോഡിൻ്റെ. പക്ഷെ മേള് വരെ പോകുന്ന ഇച്ചിരി ടാസ്ക്കാണ്. ഇതുണ്ട്, അവിടുന്ന് വഴി തീരും. അവിടുന്ന് വഴി തീർന്നിട്ട് പിന്നെ പോയിട്ട് ഈ പാറയുടെ മേലിലോട്ട് കയറണം. ഇച്ചിരി പാടാണ് അത്. പാടാണേലും ഞാൻ കയറി തുടങ്ങി, അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. ഇത് കംപ്ലീറ്റ് ആക്കാതെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളങ്ങനെ ടോപ്പിലെത്തി. ഇനിയിപ്പോൾ കയറാനായിട്ട് പാറയാണ്, വേറെ ഒന്നുമില്ല. ഇത് കയറണമെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. ഇതാണ് ടോപ്പിലുള്ള ആ വ്യൂ വരുന്നത്. ഇച്ചിരി നേരത്തെ ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ആ എൻഡിൽ നിന്ന് വരുന്ന ആ സൺറൈസ് കാണാം. നല്ല ലൈറ്റിൻ്റെ ഷെയ്ഡായിരിക്കും അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് റോഡിൻ്റെ ആ ടോപ്പ് വ്യൂ. അതുണ്ടോ, അവിടെ ഒക്കെ ഉണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അത് നിങ്ങളൊന്ന് വരണം ഇവിടെ. നമ്മളങ്ങനെ മാക്സിമം എത്താൻ പറ്റുന്ന അത്രയും എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി പോയിട്ട് പാറയാം. അതിൻ്റെ മണ്ടയിലോട്ടൊന്നും കയറുന്നത് നടക്കുകയില്ല, റിസ്ക്കാണ്. ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ കയറി ഇവിടം വരെ എത്തിയത്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് നൈസായിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകണം. കയറാൻ പാടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയിക്കോളും. പിന്നെ നേരെ താഴോട്ട് പോയേക്കാം. നമ്മളങ്ങനെ താഴെ എത്തി, നമ്മൾ കയറിയെടുത്ത് തന്നെ എത്തി. വന്ന ആൾക്കാരെല്ലാം തിരിച്ചു പോയി. വണ്ടി കാണുന്നില്ല, അവിടെ എവിടെ തിരിപ്പുണ്ടായിരിക്കും. അപ്പം ഇതാണ് ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് റോഡ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇപ്പം വന്നിട്ട് ഒരു 2.5 മണിക്കൂറായി. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങുക. ഇനിയിപ്പം പോയിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പം ബൈ.